ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി കേരളത്തിലെത്തും. നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലന പദ്ധതിയിലൂടെ 1 ലക്ഷത്തിലധികം തൊഴിലുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. സോമനാഥ് സ്വാഭിമാൻ പർവ് ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നതിന്റെ 1000 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് സോമനാഥ് സ്വാഭിമാൻ പർവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ BJP ജനപ്രതിനിധികളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് കേരള കൌമുദി കോൺക്ലേവ് ഉദ്ഘാടനവും നിർവഹിക്കും. NDA നേതൃയോഗത്തിലും BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം നാളെ രാത്രി ഡൽഹിക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 11:30 വരെയും നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വികസനത്തിന് പണം പ്രശ്നമല്ലെന്നും സമർപ്പണവും കാര്യക്ഷമമായ നിർവഹണവുമാണ് പ്രധാനമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലന പദ്ധതിയിലൂടെ ഇതിനകം 1 ലക്ഷത്തിലധികം തൊഴിലുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. KDISCന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോളിടെക്നിക്, ITI, എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി ജോലി തേടുന്നവർക്ക് നൈപുണ്യ പരിശീലനം നൽകുന്നതാണ് ബാക്ക് ടു ക്യാമ്പസ് നൈപുണി പരിശീലന പദ്ധതി. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ ഇന്ത്യയിലെത്തും. അഹമ്മദാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 2 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻ സെൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, തിരുവനന്തപുരം മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് കൊല്ലത്ത് ആവേശകരമായ പരിസമാപ്തി. 11ാമത് പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിലും 5ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ ജേതാവായി. CBL സീസണിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ ഓവറോൾ ചാമ്പ്യനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഹീറ്റ്സ് മത്സരങ്ങളിലെ വേഗമികവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ തിരഞ്ഞെടുപ്പ്. കേരളത്തിലെ മികച്ച 9 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരച്ചത്. 1100 മീറ്റർ ദൈർഘ്യമുള്ള 3 ട്രാക്കുകളിലായി 3 വീതം ചുണ്ടൻ വള്ളങ്ങളാണ് ഒരു സമയം മത്സരിച്ചത്. 3 മിനിറ്റും 36 സെക്കൻഡും 548 മൈക്രോ സെക്കൻഡിലും തുഴഞ്ഞെത്തിയ നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനാണ് പ്രസിഡന്റ്സ് ട്രോഫിയിലും CBL 5ാം സീസണിലും ജേതാവായത്. 3 മിനിറ്റ് 37 സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്ത കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ 2ാമനായി. 3 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 3ാമതായി. കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ്, ജില്ലാ കളക്ടർ N ദേവിദാസ് എന്നിവർ ചേർന്ന് ജേതാക്കൾക്ക് സമ്മാനം കൈമാറി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായുംപാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ സ്വകാര്യ സൂപ്പർമാർക്കറ്റുകളിലും ഗൾഫ് രാജ്യങ്ങളിലും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ സംസ്ഥാനത്തെ ആദ്യ സിഗ്നേച്ചർ മാർട്ട് കണ്ണൂർ തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ ജില്ലയിലും ഒരു സിഗ്നേച്ചർ മാർട്ട് വീതം സ്ഥാപിക്കാനാണ് സപ്ലൈകോ പദ്ധതിയിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44,106 പ്രവാസികളുടെ അപേക്ഷ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോം 6 അപേക്ഷിച്ചിട്ടുള്ള 2,16,873 പേർക്ക് പുറമെയാണിത്. സർക്കാർ പദ്ധതികളുടെ സമയബന്ധിത നടപ്പാക്കൽ നിരീക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംവിധാനമാണ് പ്രഗതി. 50ാമത് പ്രഗതി യോഗം വിജയകരമായി പൂർത്തിയായതോടെ നിരവധി പദ്ധതികൾക്കാണ് ഗതിവേഗം ലഭിച്ചത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള എണ്ണൂർ, തിരുവള്ളൂർ, ബംഗളൂരു, പുതുച്ചേരി, നാഗപട്ടണം, മധുര, തൂത്തുക്കുടി പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതിക്കും പുതുജീവൻ ലഭിച്ചത് പ്രഗതി പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഇക്കൊല്ലത്തെ പരീക്ഷാ പേ ചർച്ചയിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ 4 കോടിയെന്ന ഗിന്നസ് ലോക റെക്കോർഡിൽ. കഴിഞ്ഞ വർഷം 3,50,00,000-ലധികം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരീക്ഷാ പേ ചർച്ച യുവജനങ്ങൾക്ക് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള രാജ്യവ്യാപക പ്രസ്ഥാനമായി മാറിയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വാണ്ടം സയൻസ് ശതാബ്ദി പ്രദർശനം തിങ്കളാഴ്ച കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലാണ് ശാസ്ത്ര പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഒരു നൂറ്റാണ്ടുകാലത്തോളം ലോകത്തെയും പ്രപഞ്ച വിജ്ഞാനത്തെയും മാറ്റിമറിച്ച ക്വാണ്ടം സയൻസ് വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടനയാണ് ക്വാണ്ടം ശതാബ്ദി വർഷമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തുടനീളം നടക്കുന്ന ക്വാണ്ടം പൂച്ചയുടെ കേരള പര്യടനത്തിന്റെ 7ാമത്തെ പ്രദർശനമാണ് കണ്ണൂരിൽ നടക്കാൻ പോകുന്നത്. ശാസ്ത്ര തത്വങ്ങൾ ലളിതമായി മനസ്സിലാക്കുന്നതിനുള്ള ആക്ടിവിറ്റി സെന്റർ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമാണ്. ഗാസ യുദ്ധഭൂമിയിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ ഫോട്ടോ പ്രദർശനം മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമായി 7,000-ലധികം വിദ്യാർത്ഥികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുമെന്ന് KV സുമേഷ് MLA കണ്ണൂരിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ വീട്ടിൽ SIT പരിശോധന. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് 3 നാൾ ശേഷിക്കെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകർ തമ്പടിച്ചു തുടങ്ങി. എരുമേലിയിൽ ഇന്ന് ചന്ദനക്കുട മഹോത്സവമാണ്. നാളെയാണ് പേട്ടതുള്ളൽ. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ശബരിമല ADM അരുൺ S നായരുടെ അധ്യക്ഷതയിൽ സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. മകരവിളക്ക് ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സംശുദ്ധ ഊർജ്ജ മേഖലയിൽ കഴിഞ്ഞ വർഷം ഇന്ത്യ റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2024-ൽ 217.62 ജിഗാവാട്ടായിരുന്ന ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ സ്ഥാപിത ശേഷി 2025-ൽ 266.78 ജിഗാവാട്ടായി ഉയർന്നതായി അദ്ദേഹം അറിയിച്ചു. ഒരു വർഷത്തിനിടെ 22.6% വർധനവാണ് ഈ മേഖലയിലുണ്ടായത്. സ്ത്രീകളുടെ വികസനത്തേക്കാൾ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. BJP കോയമ്പത്തൂരിൽ സംഘടിപ്പിച്ച പ്രൊഫഷണൽ കണക്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേന ഈ മാസം 12 മുതൽ 16 വരെ ലക്ഷദ്വീപിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. 5 ദിവസത്തെ ആരോഗ്യ ക്യാമ്പ് നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അഗത്തി, കവരത്തി, ആന്ത്രോത്ത്, അമിനി, മിനിക്കോയ് ദ്വീപുകൾ ക്യാമ്പിന്റെ ഭാഗമാകും. റെസ്റ്റോറന്റുകൾ നിർബന്ധിതമായി സർവീസ് ചാർജ് ഈടാക്കുന്നത് ഉപഭോക്തൃ നിയമങ്ങളുടെ ലംഘനമാണെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നിയമലംഘനം നടത്തിയ റെസ്റ്റോറന്റുകൾക്ക് 50,000 രൂപ വരെ പിഴ ചുമത്തി. ഈടാക്കിയ തുക ഉപഭോക്താക്കൾക്ക് തിരികെ നൽകാനും ബില്ലിംഗ് സംവിധാനങ്ങളിൽ മാറ്റം വരുത്താനും അതോറിറ്റി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി കേരളത്തിലെത്തും. നാളെ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ബാക്ക് ടു ക്യാമ്പസ് നൈപുണ്യ പരിശീലന പദ്ധതിയിലൂടെ 1,00,000-ലധികം തൊഴിലുകൾ കണ്ടെത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.